പരിശുദ്ധ മാതാവ് ഈ ലോകത്ത് എട്ടാമതായി പ്രത്യക്ഷപ്പെട്ട വേളാങ്കണ്ണി തീർത്ഥാടന ദേവാലയം. വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത വേളാങ്കണ്ണി തീർത്ഥാടന സമുച്ചയത്തിലെ 9 വിശുദ്ധ സ്ഥലങ്ങളും മറ്റു ആകർഷണങ്ങളും എളുപ്പത്തിൽ സഞ്ചരിക്കേണ്ട ക്രമത്തിലാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലത്ത് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരുന്ന മലയാളികൾ സാധാരണ മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിലെ 9 മണിക്കുള്ള പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടാണ് വേളാങ്കണ്ണി തീർത്ഥാടന സമുച്ചയത്തിലെ സന്ദർശനം തുടങ്ങുക. ആയതിനാൽ മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ നിന്നും നമ്മളുടെ വേളാങ്കണ്ണി സന്ദർശനം തുടങ്ങിയാലോ? ഫെബ്രുവരി 10 വിശ്വാസികൾക്കായി തുറന്നുകൊടുത്ത ഏകദേശം 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള മോർണിംഗ് സ്റ്റാർ ചർച്ച് ദേവാലയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമായി പരിഗണിക്കാവുന്നതാണ്. കൂടാതെ ഉള്ളിൽ ഒരു തൂണിൻ്റെ പോലും പിന്തുണയില്ലാതെ ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ്. ഒരേ സമയം ഏകദേശം 10,000 പേർക്ക് ഇരിക്കുവാനും തിരക്കുള്ള സമയങ്ങളിൽ 40,000 ആളുകളെ വരെ ഉൾക്കൊള്ളാനും ഈ ദേവാലയത്തിന് സാധിക്കുന്നു. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ നിന്നും നമ്മൾ പോകുന്നത് വേളാങ്കണ്ണിയുടെ ചരിത്രം തുടങ്ങുന്ന പരിശുദ്ധ മാതാവ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഒരു ടാങ്കും കുളവും ഉൾപ്പെടുന്ന മാതാക്കുളം എന്നറിയപ്പെടുന്ന പ്രത്യക്ഷീകരണ സ്ഥലത്തേക്കാണ്. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ നിന്നും ഏകദേശം 300 മീറ്റർ നടന്നാൽ നമ്മളവിടെ എത്തിച്ചേരുന്നതാണ്. അവിടെ ടാങ്കും കുളവും കൂടാതെ സമീപത്തായി പ്രത്യക്ഷീകരണ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ചാപ്പലും പോർച്ചുഗീസ് നാവികരെ കടൽക്ഷോഭത്തിൽ നിന്നും
പരിശുദ്ധ മാതാവ് രക്ഷിച്ചതിൻ്റെ ഓർമ്മപ്രതിമയും കാണാവുന്നതാണ്. ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ പാൽ വിൽക്കാൻ പോയിരുന്ന ഒരു ബാലനാണ് പരിശുദ്ധ മാതാവ് ഉണ്ണീശോയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് മാതാകുളം എന്നറിയപ്പെടുന്ന കുളത്തിൻ്റെ കരയിൽ ബാലൻ വിശ്രമിക്കുമ്പോൾ സൂര്യപ്രകാശത്തേക്കാൾ തിളക്കമുള്ള ഒരു പ്രഭാവലയത്തിൽ അതിമനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച ഒരു സ്ത്രീ കയ്യിൽ ഒരു കുഞ്ഞിനെയും പിടിച്ചു പ്രത്യക്ഷപ്പെട്ടു. ആ സ്ത്രീ പരിശുദ്ധ മാതാവ് ഉണ്ണീശോയ്ക്ക് നൽകാനായി അല്പം പാൽ ചോദിച്ചു. മാതാവിൻ്റെ മുഖത്തെ ദൈവികത കണ്ട ബാലൻ സന്തോഷത്തോടെ പാൽ നൽകി. പാൽ നൽകിയ ശേഷം പാൽ കുറവായതിനെക്കുറിച്ച് ഓർത്ത് ഭയന്ന ബാലൻ്റെ മുൻപിൽ പാത്രത്തിൽ അത്ഭുതകരമായി പാൽ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി. മാതാക്കുളവും പരിസരവും പ്രാർത്ഥനാപൂർവം കണ്ടുകഴിഞ്ഞ നമ്മൾ പോകുന്നത് ഹോളി പാത്ത് അല്ലെങ്കിൽ വിശുദ്ധപാത എന്നറിയപ്പെടുന്ന മണൽ വിരിച്ച പാതരികിലൂടെ എക്സ്റ്റൻഷൻ ബസിലിക്കയിലേക്കാണ്. എക്സ്റ്റൻഷൻ ബസിലിക്കയുടെ മുൻവശത്ത് നിന്ന് ആരംഭിച്ച് മാതാക്കുളം പള്ളി വരെ നീളുന്ന ഈ പാതയുടെ ഏകദേശ ദൂരം 900 മീറ്റർ ആണ്. ഒരു ഭാഗത്ത് കുരിശിൻ്റെ വഴിയും മറുഭാഗത്ത് ജപമാല രഹസ്യങ്ങളുമുള്ള ഈ പാതയിലൂടെ തങ്ങളുടെ നിയോഗ സാധ്യത്തിനോ അല്ലെങ്കിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടോ തീർത്ഥാടകർ മുട്ടിലഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രധാന ബസിലിക്കയുടെ പുറകുവശത്തുള്ള അപ്പർ ബസിലിക്ക, ലോവർ ബസിലിക്ക എന്നറിയപ്പെടുന്ന 2 ദേവാലയങ്ങളുള്ള എക്സ്റ്റൻഷൻ ബസിലിക്ക സമുച്ചയത്തിലാണ്. പ്രധാന ബസിലിക്കയിലെ തിരക്ക് ലഘൂകരിക്കുന്നതിനും കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനുമായി നിർമ്മിച്ച ആധുനിക ദേവാലയ സമുച്ചയമാണ് എക്സ്റ്റൻഷൻ ബസിലിക്ക. എക്സ്റ്റൻഷൻ ബസിലിക്കയിൽ നിന്നും നമ്മളിപ്പോൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കർത്താവിൻ്റെ തിരുഹൃദയ പ്രതിമയുടെ അടുത്തേക്കാണ്. ഈ തിരുഹൃദയ പ്രതിമ മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൻ്റെ അടുത്താണെങ്കിലും മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ നിന്നും നേരിട്ട് പ്രതിമയുടെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാത്തത്, അങ്ങനെ പോകുകയാണെങ്കിൽ പ്രതിമയുടെ പിൻഭാഗമാണ് നമ്മൾക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത്. തന്നെയുമല്ല, തൊട്ടടുത്ത് നിന്ന് പ്രതിമ കാണുന്ന പ്രതീതിയുമാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ ആദ്യ കാഴ്ചയിൽ പ്രതിമയുടെ പൂർണ്ണ ഭൗതിക സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, മൊത്തം 78 അടിയുള്ള ഈ പ്രതിമയുടെ ഉയരം നമ്മൾക്ക് ഫീൽ ചെയ്യാനും സാധിക്കില്ല. കൂടാതെ ദൂരം കുറച്ച് കൂടുതൽ ആണെങ്കിലും പ്രാർത്ഥനാപൂർവം നമ്മൾക്ക് ഈ പ്രതിമയെ സമീപിക്കാൻ ഞങ്ങൾ നിർദ്ദേശിച്ച വഴിയാണ് നല്ലതെന്ന് തോന്നുന്നു.
ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തിരുഹൃദയ പ്രതിമകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പീഠം അടക്കം 78 അടിയുള്ള വേളാങ്കണ്ണിയിലെ ഈ തിരുഹൃദയ പ്രതിമ 2ാം സ്ഥാനത്തായിട്ട് വരുന്നതാണ്. ആദ്യ സ്ഥാനം ഫിലിപ്പീൻസിലെ റോക്സസ് സിറ്റിയിലുള്ള 132 അടി ഉയരം വരുന്ന തിരുഹൃദയ പ്രതിമയാണ്. തിരുഹൃദയ പ്രതിമയുടെ അടുത്തു നിന്നും നമ്മൾ പോകുന്നത് 16-ാം നൂറ്റാണ്ടിൽ തന്നെ പരിശുദ്ധ മാതാവ് 2ാമത് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തുള്ള ചാപ്പലിലേക്കാണ്. മാതാവ് ഉണ്ണീശോയുമായി 2 കാലും തളർന്ന മോര് വിൽക്കുകയായിരുന്ന ഒരു ബാലനാണ് പ്രത്യക്ഷപ്പെട്ടത്. മാതാവ് ബാലനിൽ നിന്നും മോര് വാങ്ങിക്കുടിക്കുകയും ബാലൻ്റെ കാലിൻ്റെ തളർച്ച മാറ്റുകയും ചെയ്തു. ബാലന് മാതാവ് നൽകിയ ഈ അത്ഭുത സൗഖ്യത്തോടെയാണ് വേളാങ്കണ്ണി മാതാവിനെ ആരോഗ്യമാതാവ് എന്ന് വിളിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് പ്രധാന ബസിലിക്കയിലേക്കാണ്. ഏകദേശം 400 മീറ്റർ നടന്നാൽ നമ്മൾ പ്രധാന ബസിലിക്കയുടെ മുൻവശത്തായി എത്തിച്ചേരുന്നതാണ്. ബസിലിക്കയുടെ മുൻവശത്തായി പള്ളിവക മുടിവടിക്കുന്ന ഹാൾ കാണാവുന്നതാണ്. മുടിവടിക്കാൻ നേർന്നവർ ശുചിത്വം, ന്യായവില തുടങ്ങിയ കാരണങ്ങളാൽ പള്ളിവക ഹാളിൽ തന്നെ മുടിവടിക്കുന്നതായിരിക്കും ഉത്തമം. 17-ാം നൂറ്റാണ്ടിൽ ബംഗാൾ ഉൾക്കടലിലൂടെ പോകുകയായിരുന്ന ഒരു പോർച്ചുഗീസ് കപ്പൽ കഠിനമായ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ടു. തങ്ങൾ രക്ഷപ്പെട്ടാൽ കപ്പൽ കര അടുക്കുന്ന സ്ഥലത്ത് മാതാവിൻ്റെ പേരിൽ ഒരു പള്ളി പണിയാമെന്ന് നാവികർ നേർച്ച നേർന്നു. അത്ഭുതകരമായി കപ്പൽ വേളാങ്കണ്ണി തീരത്ത് സുരക്ഷിതമായി എത്തി. സെപ്റ്റംബർ 8-ന് മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ അന്നായിരുന്നു കപ്പൽ തീരത്ത് എത്തിയത്. നാവികർ മാതാവിനോടുള്ള നന്ദി സൂചകമായി ഇന്നീ ബസിലിക്ക നിൽക്കുന്ന സ്ഥലത്ത് ചെറിയൊരു പള്ളി പണിതു. നാം ഇന്ന് കാണുന്ന മനോഹരമായ ഈ ബസിലിക്ക പണിതത് 1930-കളിലാണ്. പിന്നീട് പ്രധാന ബസിലിക്കയുടെ തിരക്ക് ലഘൂകരിക്കാൻ 1975-ൽ പ്രധാന ബസിലിക്കയോട് ചേർന്ന് പുറകുവശത്തായി നമ്മൾ കണ്ടുകഴിഞ്ഞ ലോവർ അപ്പർ എന്ന 2 ദേവാലയങ്ങളുള്ള എക്സ്റ്റൻഷൻ ബസിലിക്ക പണിയുകയുണ്ടായി. നമ്മൾ ഇനി പോകുന്നത് ബസിലിക്കയുടെ പുറകുവശത്തായി തീർത്ഥാടകർക്ക് തിരികെത്തിക്കാനായി സജ്ജമാക്കിയിരിക്കുന്ന ക്യാൻഡിൽ ലൈറ്റനിങ് ഏരിയയിലേക്കാണ്. വിശ്വാസികൾ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കോ ലഭിക്കേണ്ട നിയോഗങ്ങൾക്കായോ പ്രാർത്ഥനാപൂർവം ഇവിടെ തിരികെത്തിക്കുന്നത് കൂടാതെ മാതാവിന് പൂമാല സമർപ്പിക്കാനും ഇവിടെ സൗകര്യമുണ്ട്. തിരികെത്തിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള എൻ്റെ യേശുവും ഞാനും എന്ന ഫോട്ടോ സ്പോട്ടിൽ പോയി നമ്മളോട് സംസാരിക്കുന്ന രീതിയിലിരിക്കുന്ന യേശുവിൻ്റെ പ്രതിമയുടെ അടുത്തിരുന്ന് ഫോട്ടോ വീഡിയോ എടുത്താലോ? നമ്മൾ ഇനി പോകുന്നത് കുമ്പസാര ഒരുക്കത്തിനുള്ള പള്ളിയിലേക്കാണ്. വേളാങ്കണ്ണിയിൽ വന്ന് കുമ്പസാരിച്ച് ഒരുങ്ങണമെന്നുള്ളവർക്ക് ശാന്തമായി പ്രാർത്ഥിക്കാനും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചോർത്ത് അനുദപിക്കാനുമായി ഒരിടം.
മനോഹരമായ പ്രതിമകൾ ഉള്ള ഒരു ഉദ്യാനത്തിന്റെ ഉള്ളിലാണ് ഈ കുമ്പസാര ഒരുക്കപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ ഉദ്യാനത്തിന്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾക്ക് പള്ളിവക ഷോപ്പിംഗ് മാളിലേക്ക് പോകാം. ആധ്യാത്മികവും ഭൗതികവുമായ സൗന്ദര്യം ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന തിരുസ്വരൂപങ്ങളും മറ്റു വിശുദ്ധ വസ്തുക്കളും നമ്മൾക്ക് ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയിൽ ഇല്ലാത്ത മറ്റൊരു ആകർഷണം കൂടി വേളാങ്കണ്ണിയിലുണ്ട്. വിശ്വാസികൾ രോഗസൗഖ്യത്തിന് നന്ദിയായി സമർപ്പിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലുമുള്ള ശരീരരൂപങ്ങൾ, സംസാരശേഷി കിട്ടിയതിന് സ്വർണ്ണതത്താരൂപങ്ങൾ, കുഞ്ഞുങ്ങൾ ജനിച്ചതിന് സ്വർണ്ണ തൊട്ടിലുകൾ, വേളാങ്കണ്ണി ബസിലിക്കയ്ക്ക് തന്നെ കാരണമായ കൊടുങ്കാറ്റിൽ നിന്ന് പരിശുദ്ധ മാതാവ് രക്ഷിച്ച പോർച്ചുഗീസ് കപ്പലിൻ്റെ വിവരങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റു ചരിത്രരേഖകൾ, കൂടാതെ മറ്റു ആകർഷണങ്ങളും ഉള്ള മ്യൂസിയം ഓഫ് ഓഫറിങ്സ് അല്ലെങ്കിൽ നേർച്ചയുടെ മ്യൂസിയം. ഈ മ്യൂസിയത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം. വേളാങ്കണ്ണിയിൽ വരുന്ന എല്ലാവരും തന്നെ വേളാങ്കണ്ണി തീർത്ഥാടന സമുച്ചയ സന്ദർശനം കഴിഞ്ഞാൽ മെയിൻ ബസിലിക്കയുടെ മുൻഭാഗത്തായി ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള കടകളിൽ ഷോപ്പ് ചെയ്തും ബീച്ചിന്റെ ഭംഗി ആസ്വദിച്ചുമാണ് തിരിച്ചു യാത്രയാവുക. ഈ വീഡിയോയിൽ കാണിച്ച പ്രധാന ബസിലിക്കയിലെ വേളാങ്കണ്ണി ആരോഗ്യമാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപമടക്കം വേളാങ്കണ്ണി തീർത്ഥാടന സമുച്ചയത്തിൽ പല ഭാഗത്തായുള്ള പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപങ്ങൾ കണ്ട് നമ്മൾക്ക് ഈ വീഡിയോ പൂർത്തിയാക്കിയാലോ?